ബൈബിൾ വ്യക്തമാക്കുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 3.5 വർഷം സുവിശേഷിച്ച കർത്താവ് തന്റെ 33 വർഷത്തിന്റെ ഒടുവിൽ യേശു കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. ആർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയല്ല. യേശു മരിച്ചത് സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടിയാണ്. അതേ സ്നേഹിത, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല, യേശുവിന്റെ മരണം ഒരു പാപ പരിഹാര ബലിയാണ്. ആദാമ്യ പാപം മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ, ആദാമ്യ പാപം മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ, മനുഷ്യന് പകരമായി പാപത്തിന്റെ ശിക്ഷ യേശു കാൽവറിയിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും നിത്യമായ രക്ഷ ലഭിക്കും. എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നിത്യമായിട്ടുള്ള രക്ഷ ലഭിക്കുന്നത്? യേശു മരിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ രക്ഷ ലഭിക്കാൻ ഇടയായി തീരും. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അതേ സ്നേഹിത, നിങ്ങൾക്ക് എങ്ങനെയാണ് നിത്യരക്ഷ നേടുവാൻ കഴിയുന്നത്? ഒറ്റ ഉത്തരമാണുള്ളത്, നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. യേശുവേ, എന്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ആ നിമിഷം തന്നെ യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീരുകയും ചെയ്യും. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. യേശു വല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? ഇല്ല. ബൈബിൾ വ്യക്തമാക്കുന്ന മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു മാത്രം പാപത്തിന് മോചകൻ, യേശു മാത്രം ഏക രക്ഷിതാവ്. യേശുവിൽ വിശ്വസിക്കൂ, നിത്യമായ രക്ഷ നേടൂ.